5 മിനിറ്റ് പോലും വേണ്ട. ബ്രെഡും മുട്ടയുണ്ടെങ്കിൽ അത്ര അടിപൊളിയായിട്ടുള്ള ഒരു ചായക്കടി നമുക്ക് കുറഞ്ഞ സമയത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ അവിടെ 3 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു കോഴിമുട്ടയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആൾക്കാർ കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് എണ്ണം കൂട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ബ്രെഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ശരിക്കും കൈ വെച്ചിട്ട് ഞെരടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുക. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ഒരു കൈപ്പിടി തേങ്ങ അത്രയും മതി, അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഏലക്കപ്പൊടി വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്നും ചേർക്കുന്നില്ല. ഇനി ഇതെല്ലാം കൂടി കൈ വെച്ച് നന്നായിട്ടൊന്ന് ഞവടിയെടുക്കുക. നല്ല പോലെ ഇതുപോലെ ഒന്ന് തിരുമ്മി എടുത്താൽ മതി. ഇത് ഒരുപാട് അങ്ങ് പൊടിഞ്ഞ് കിട്ടണ്ട, ചെറിയ പീസായിട്ട് ആ തേങ്ങ ഇതൊക്കെ അങ്ങനെ കിടക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത് ഈ ഒരു പരുവത്തിലായി കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഇതിൽ നിന്ന് ചെറിയ പീസ് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ബോൾ പോലെ ആക്കിയിട്ട് എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. പെട്ടെന്ന് കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ അവർ അടിപൊളിയായിട്ട് കഴിക്കുകയും ചെയ്യും, ഭയങ്കര ഹാപ്പി ആയിരിക്കും കേട്ടോ. കാരണം അത്ര ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണയിൽ ഇത് തിരിച്ചും മറിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് നേരമൊന്നും എടുക്കില്ല, നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം എടുത്ത് മാറ്റാം. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിൽ തന്നെ ചെയ്യാൻ നോക്കുക. അങ്ങനെ അധികം എണ്ണയൊന്നും കുടിക്കാത്തൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ അതെ എല്ലാം അടിപൊളിയായിട്ട് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല കിട്ടുന്ന റെസിപ്പീസ് ഇനിയും കിട്ടാനായിട്ട് ധ്യാൻസ് കണ്ണൂർ കിച്ചൻ ഫോളോ ചെയ്യാൻ മറക്കണ്ട. മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.